ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും കാക്കും കൂടെ അങ്ങനെ പുറത്ത് പോവുകയാണ്. വെറുതെ ഒന്നുമില്ല, എൻ്റെ മോനെ കിച്ചു അവൻ പറഞ്ഞ അവനക്കൊരു സ്പ്രേ വാങ്ങണം. അതായത് അവൻ പോയ സമയത്ത് അവൻ ഊത് വേൾഡിൽ നിന്നൊരു CR7 എന്ന് പറഞ്ഞൊരു സ്പ്രേ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവനക്കത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തി. ഇങ്ങനെ കാത്തിരിക്കുക, കുറേ നേരമായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ബസ് വരുന്നില്ല. അപ്പോൾ കാക്കു എൻ്റെ അടുത്ത് പറഞ്ഞു, സജ്ജന ഈ ഇതൊന്ന് ബസ്സിൻ്റെ ടൈം ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കി, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ബസ് വരുന്നത് കണ്ട്. അങ്ങനെ ഞങ്ങളതിലോട്ട് കയറുകയാണ്. സമാധാനം, കുറേ നേരമായില്ലേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അവരത് നിർത്തി ഞാനും കാക്കും കൂടെ ഞങ്ങൾ കയറുകയാണ്. വേറെയും 2-3 ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ ആകെ ഒരൊറ്റ ഡ്രൈവറേ ഉണ്ടാവുകയുള്ളൂ. കണ്ടക്ടറായിട്ടും ക്ലീനറായിട്ടും ഒക്കെ അവർ നമ്മൾ ടിക്കറ്റ് എടുത്തു. റുവീക്കാണെന്ന് പറഞ്ഞ് 2 പേരാണെന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളെ സീറ്റിൽ പോയിട്ടിരിക്കുക. നമ്മളെ നാട്ടിലത്തെ പോലെ തിരക്കൊന്നുമില്ല, കറക്റ്റ് സീറ്റിങ്ങിനെ അവർ കൊണ്ടുപോവുള്ളൂ. അങ്ങനെ ഞാനും കാക്കും റുവീക്കുള്ള യാത്രയാണ്. ഓരോ നാളേക്കും ഒറ്റക്കാവുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. ഞാനും കാക്കുമാണ് പർച്ചേസിങ്ങിന് അങ്ങ് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് പിന്നെ വ്യാഴാഴ്ച ആയത് കാരണം അത്ര വലിയ തിരക്കൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ കാലി കിടക്കുക. വെള്ളിയാഴ്ചയാണ് ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഒരു മാളിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഒന്ന് കയറി, അപ്പോൾ പിന്നെ അവിടെ ഒന്നും ഇല്ല എന്ന് കണ്ട് ഞങ്ങൾ അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങി ഞങ്ങൾ ഊത് വേൾഡിലേക്ക് പോയി. അവിടെ എത്തിയതാണ്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കുക. അപ്പോൾ ഞാൻ അവരുടെ സമ്മതം ചോദിച്ചു കണ്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്ത്. അപ്പോൾ അവർ സ്പ്രേ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളിങ്ങനെ തന്നിട്ടൊന്നും കാര്യമില്ല, എനിക്ക് എല്ലാത്തിനും ഒറ്റ സ്മെല്ലേ തോന്നണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കാം. അപ്പോൾ അവർ ഊതുണ്ട്, അത് പോയിക്കണ സാധനമുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് സാധനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാനപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു. ഇതൊക്കെ അതിൻ്റെ ഒരു എണ്ണയാണ്, അത്ര ഓയിലാണ് എന്നാണ് അവർ പറയുന്നത്, അത്തറിൻ്റെ. ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.